2025 പകുതിയോളം കടന്നുപോയപ്പോൾ മലയാളത്തിൽ നിന്ന് കുറെ നല്ല സിനിമകൾ ഇതോടകം തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ തിയേറ്ററിൽ അത്രയ്ക്കും ശ്രദ്ധിക്കാതെ പോയ ചില സിനിമകൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ ചിത്രം മൂൺ വാക്ക്. 80s കാലഘട്ടത്തിൽ ബ്രേക്ക് ഡാൻസ് പാഷനാക്കിയ കുറച്ച് ഞെരുപ്പ് പിള്ളേരുടെ കഥയാണ് മൂൺ വാക്ക്. പ്രധാന വേഷത്തിലെത്തുന്ന എല്ലാവരുടെയും അഭിനയം മികച്ചതായിരുന്നു. മ്യൂസിക് ഡിപ്പാർട്ട്മെന്റും ആർട്ട് ഡിപ്പാർട്ട്മെന്റും കയ്യടി അർഹിക്കുന്നു. രണ്ടാമത്തെ ചിത്രം ഔസേപ്പിന്റെ ഓസിയത്ത്. ശരത് ചന്ദ്രൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ വിജയരാഘവൻ, ദിലീഷ് പോത്തൻ, ഷാജോൺ എന്നിവരാണ് പ്രധാന വേഷത്തിൽ എത്തുന്നത്. ഗംഭീര പ്രകടനം എന്ന് തന്നെ വേണം പറയാൻ. നല്ലൊരു ഇമോഷണൽ ഡ്രാമ ത്രില്ലറാണ് പടം. കണ്ടു നോക്കുക. അടുത്ത ചിത്രം സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. സ്കൂൾ കാലഘട്ടത്തിലേക്ക് ഒരു നൊസ്റ്റാൾജിക് റൈഡ് കൊണ്ടുപോവുകയാണ് നവാഗതനായ വിനീഷ് വിശ്വനാഥൻ സിനിമയിലൂടെ. ചെറിയ പ്രശ്നങ്ങളിലൂടെയും ചെറിയ തമാശകളിലൂടെയും ഒരു 7ാം ക്ലാസ്സുകാരൻ ശ്രീകുട്ടന്റെയും അവന്റെ സുഹൃത്തുക്കളുടെയും സ്കൂൾ കാലഘട്ടം നമ്മളെ കാണിക്കുന്നു. ഒരു വട്ടം തീർച്ചയായും കണ്ടു നോക്കാവുന്ന സിനിമയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. നാലാമത്തെ ചിത്രം അതിനു മുമ്പ് ലൈറ്റ്സ് ഓഫ്. അതെ, ഈ സിനിമയെ പറ്റി പറയുമ്പോൾ കുറച്ച് ഇരുട്ട് നല്ലതാ. പെർഫോമൻസ് കൊണ്ടും കഥാ സാഹചര്യം കൊണ്ടും രാത്രി കാഴ്ചകൾ കൊണ്ടും സമ്പന്നമായ ഷാഹി കബീറിന്റെ റോന്ത്. യോഹന്നാനിന്റെയും ദിനാനന്ദിന്റെയും ഒരു നൈറ്റ് പെട്രോളിങ്ങിലൂടെ പോകുന്ന ചിത്രത്തിൽ നമ്മളും ഒരു പങ്കാളിയാവുകയാണ്. നമ്മളും അവരുടെ കൂടെ സഞ്ചരിക്കുകയാണ്. നല്ലൊരു സിനിമാനുഭവം നൽകുമെന്ന് തീർച്ച. അഞ്ചാമത്തെ സിനിമ അഭിലാഷമാണ്. പറയാതെ പോയ പ്രണയങ്ങൾ എന്നും ഒരു വിങ്ങലാണ്. പക്ഷെ പറയാൻ വേണ്ടിയുള്ള കാത്തിരിപ്പ് അതൊരു രസമുള്ള കാത്തിരിപ്പ് തന്നെയാണ്. ആ കാത്തിരിപ്പിന്റെ കഥയാണ് അഭിലാഷം. നല്ല ഒട്ടേറെ പാട്ടുകൾ കൊണ്ടും മികച്ച പെർഫോമൻസ് കൊണ്ടും ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചെറിയ റൊമാൻറ്റിക് ഡ്രാമ. തീർച്ചയായും കാണുക.